മറ്റു വാർത്തകളിലേക്ക് പോകാം. കോവിഡിന് ശേഷം സൗദിയിലെത്തിയ വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 2019 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം സന്ദർശകരുടെ എണ്ണത്തിൽ 156% വളർച്ച രേഖപ്പെടുത്തി. വേൾഡ് ടൂറിസം ഓർഗനൈസേഷനാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സൗദിക്ക് ടൂറിസം രംഗത്ത് വലിയ വളർച്ച രേഖപ്പെടുത്തിയത്. ടൂറിസം മേഖലയിൽ രാജ്യം കോവിഡിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ഒപ്പം ഇരട്ടിയിലധികം വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ട് പറയുന്നു. 2019 അപേക്ഷിച്ച് സൗദിയുടെ ടൂറിസം മേഖലയിലുള്ള വളർച്ച 156%ആയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ രാജ്യവും സൗദിയാണ്. കോവിഡിന് മുമ്പുള്ള കണക്കുകൾ പ്രകാരം വേൾഡ് ടൂറിസത്തിന്റെ വളർച്ചാ നിരക്ക് 2023 88%ആയിരിക്കെയാണ് സൗദിയുടെ അപൂർവ നേട്ടം. 2023 1.3 ബില്യൺ ടൂറിസ്റ്റുകൾ ആഗോളതലത്തിൽ ടൂറിസ്റ്റുകളായി എത്തി. ഇക്കാലയളവിൽ $1.3 ട്രില്യൺ ടൂറിസം വഴി ലോകരാജ്യങ്ങൾ വരുമാനമുണ്ടാക്കിയതായും റിപ്പോർട്ട് പറയുന്നു. 2019 ഇത് 1.5 ട്രില്യൺ ആയിരുന്നു വരുമാനം. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ ഓരോ വർഷവും മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുകയാണെന്ന് റിപ്പോർട്ടുകൾ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2.42 ദശലക്ഷം വാഹനങ്ങളാണ് രാജ്യത്തെ റോഡുകളിലുള്ളത്. 2022 2 ലക്ഷത്തിലേറെ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ തന്നെ 80% സ്വകാര്യ വാഹനങ്ങളെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മോട്ടോർ വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയ്ക്കനുസരിച്ച് റോഡുകളുടെ ശേഷി വർദ്ധിക്കാത്തതാണ് രാജ്യത്തെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അതിനിടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അപേക്ഷകളിലും വർധനവ് രേഖപ്പെടുത്തി. വ്യാജ ഇമെയിൽ സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ഗതാഗത മന്ത്രാലയം. ഇത്തരം ലിങ്കുകളിൽ ബാങ്ക് വിവരങ്ങൾ കൈമാറിയാൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ പേരിലുള്ള പാഴ്സൽ കൈമാറുന്നതിനായി തയ്യാറാണെന്നും ഡെലിവറി ചാർജ് ഓൺലൈൻ വഴി അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമെയിൽ അടുത്തിടെയായി പലർക്കും ലഭിച്ചിട്ടുണ്ടാകും. 4 മണിക്കൂറിനകം ലിങ്കിൽ പ്രവേശിച്ച് ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ആവശ്യപ്പെടുന്ന തുകയടച്ചാൽ അടുത്ത ദിവസം തന്നെ പാഴ്സൽ എത്തിക്കുമെന്നുള്ള അറിയിപ്പുമായാണ് തട്ടിപ്പ് ഇമെയിലുകൾ എത്തുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെയിലുകൾ അയക്കുന്നില്ലെന്ന് ഗതാഗത മന്ത്രാലയം വിശദീകരിച്ചു. 19.99 റിയാൽ പാഴ്സൽ ചാർജായാണ് ഇവർ ചോദിക്കുന്നതെങ്കിലും തട്ടിപ്പുകാരുടെ ലക്ഷ്യം ബാങ്ക് കാർഡുകളുടെയും മറ്റും വിശദാംശങ്ങളാണ്. വ്യക്തികൾക്ക് അറബിയിൽ അയക്കുന്ന തട്ടിപ്പ് ഇമെയിലുകളുടെ മാതൃകയും അധികൃതർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. വ്യാജ ലിങ്കുകളിൽ പ്രവേശിച്ച് ബാങ്ക് വിവരങ്ങളും മറ്റും നൽകുന്നത് അപകടമാണ്. വിവരങ്ങൾ തട്ടിപ്പുകാർ സ്വന്തമാക്കുകയും അക്കൗണ്ടിൽ നിന്ന് കൂടുതൽ പണം നഷ്ടമാവാൻ ഇടയാകുകയും ചെയ്യും. മീഡിയ 1, ദോഹ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പുത്തൻ ചുവടുവയ്പുമായി റോയൽ ഒമാൻ പോലീസ്. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് റഡാറുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, റോഡ് സിഗ്നലിന് മുൻപായി ലൈൻ മാറൽ എന്നിവ സ്മാർട്ട് റഡാറുകൾക്ക് കണ്ടെത്താനാകും. സമാന രീതിയിലുള്ള റഡാറുകൾ GCC രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഒമാനിൽ പ്രധാനമായും അപകടങ്ങൾ നടക്കുന്നത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിലൂടെയാണെന്ന് ദേശീയ സമിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 ഒമാനിൽ 76,200 വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത രൂപമാണെങ്കിലും പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം വഴി പരാതി നൽകാവുന്നതാണ്. മീഡിയ 1, മസ്കത്ത്. ദുബായ് സർക്കാരിന്റെ വിവിധ സേവനങ്ങളിൽ ഉപഭോക്താക്കളുടെ ശരാശരി സംതൃപ്തി 93%. കഴിഞ്ഞ വർഷം 86% സംതൃപ്തി സൂചി എന്ന 7 പോയിന്റ് വർദ്ധിച്ച് മുന്നേറ്റം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഉപഭോക്താക്കളുടെ സേവനങ്ങളിലെ സന്തുഷ്ടി പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യം അധികൃതർ വെളിപ്പെടുത്തിയത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സാമൂഹിക മാധ്യമങ്ങൾ മുഖേനയാണ് വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റിന് ചുവടെയുള്ള ഗവൺമെൻറ് എക്സലൻസ് പ്രോഗ്രാമാണ് ഉപഭോക്താക്കളുടെ സംതൃപ്തി വിലയിരുത്തി റിപ്പോർട്ട് രൂപപ്പെടുത്തിയത്. ഉപഭോക്തൃ സംതൃപ്തി വിലയിരുത്തലിൽ ഏറ്റവും മുന്നിലെത്തിയത് മുഹമ്മദ് ബിൻ റാഷിദ് ഹൗസിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. 97.7% വകുപ്പിൽ ഉപഭോക്താക്കളുടെ സംതൃപ്തി.
ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി, ദുബൈ കോർപ്പറേഷൻ ഫോർ ആംബുലൻസ് സർവീസസ് എന്നിവയും മികവ് പുലർത്തി മുന്നിലെത്തി. ഏറ്റവും മികച്ച സേവനത്തിലൂടെ മുന്നിലെത്തിയ സ്ഥാപനങ്ങളെ ഷെയ്ഖ് ഹംദാൻ അഭിനന്ദിച്ചു. ദുബൈ സർക്കാർ ജീവനക്കാരുടെ സന്തോഷ സൂചികയിൽ ദുബൈ എമിഗ്രേഷൻ വിഭാഗമാണ് ഒന്നാമതെത്തിയത്. 95.17% ദുബൈ എമിഗ്രേഷൻ കരസ്ഥമാക്കിയത്. മുഹമ്മദ് ബിൻ റാഷിദ് ഹൗസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, എൻഡോമെന്റ് ആൻഡ് മൈനേഴ്സ് ട്രസ്റ്റ് ഫൗണ്ടേഷൻ, ഔക്കാഫ് ദുബൈ എന്നിവയാണ് മുന്നിലെത്തിയ മറ്റു വകുപ്പുകൾ. ഉപഭോക്തൃ സന്തോഷ നിലവാരം ഏതാണ്ട് 93% ഉയർത്താൻ സാധിച്ചതിൽ ദുബൈയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും ഷെയ്ഖ് ഹംദാൻ പ്രത്യേകം അഭിനന്ദിച്ചു. മീഡിയ 1 ദുബൈ. അബുദാബി നഗരത്തിലെ അൽ ബത്തീൻ ലേഡീസ് ക്ലബ്ബ് വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നാളെ വീണ്ടും തുറക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിപുലമായ സൗകര്യങ്ങളോടെയാണ് ക്ലബ്ബ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകോത്തര സൗകര്യങ്ങളോടെയാണ് അൽ ബത്തീൻ ലേഡീസ് ക്ലബ്ബ് വീണ്ടും തുറക്കുന്നതെന്ന് അബുദാബി നഗരസഭ ഗതാഗത വകുപ്പ് അറിയിച്ചു. കുട്ടികളുടെ ക്ലബ്ബ്, പാഡൽ ക്ലബ് ഹൗസ്, സ്വകാര്യ ബീച്ച്, നീന്തൽക്കുളങ്ങൾ, കടകൾ, ഭക്ഷണശാലകൾ, സ്പാ, ജിം, ലോഞ്ച് ഏരിയ, വാതിൽപ്പുറ സിനിമാ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളാണ് ക്ലബ്ബിൽ ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയുടെ സാംസ്കാരിക മേഖലയിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് അൽ ബത്തീൻ ലേഡീസ് ക്ലബ്ബ് എന്ന് നഗരാസൂത്രണ വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ഹംദ അബ്ദുള്ള ഹാഷിം പറഞ്ഞു. ക്ലബ് മാനേജ്മെന്റ് കമ്പനിയായ മാച്ചയ്ക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല കൈമാറിയിരിക്കുന്നത്. www.macha-albateen.ae എന്ന സൈറ്റ് വഴി ക്ലബിൽ അംഗത്വത്തിന് അപേക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. മലയാളി നേതൃത്വത്തിലെ പാരമൗണ്ട് ഗ്രൂപ്പ് 100 മില്യൺ ദിർഹം നിക്ഷേപത്തിൽ പ്രവർത്തനം വിപുലമാക്കുകയാണ്. ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് കമ്പനി മേധാവികൾ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പാരമൗണ്ടിന്റെ പുതിയ കോർപ്പറേറ്റ് ആസ്ഥാന മന്ദിരം ഈ മാസം 23-ന് ഷാർജയിൽ ഉദ്ഘാടനം ചെയ്യും. ഗൾഫിലെ ഭക്ഷണശാല ഉപകരണങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര സ്ഥാപനമാണ് പാരമൗണ്ട് ഗ്രൂപ്പ്. UAE, ഖത്തർ, ഒമാൻ, സൗദി, ബഹ്റൈൻ, ഇന്ത്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കമ്പനിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഷാർജ വ്യവസായ മേഖല 12-ലാണ് ഈ മാസം 23-ന് കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ആസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുക. അടുത്ത മാസം 22-ന് ഖത്തറിലെ വിപുലീകരണ പദ്ധതിക്കും തുടക്കമാകുമെന്ന് പാരമൗണ്ട് MD KV ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിലും കമ്പനിക്ക് പദ്ധതികളുണ്ട്. ഈവൻ തിരൂരിൽ പുതിയ ഷോറൂം വരികയാണ്. അതെല്ലാം കൂടി പറയുന്നത് മോശമല്ലേന്ന് കരുതിയിട്ട് ഓൾറെഡി നമ്മൾ കൊടുത്തു. അടുത്ത അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. ഇത് ആൾമോസ്റ്റ് ഫിനിഷ്. കളമശ്ശേരിയിലാണ്. അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഓൾറെഡി ഗോദറേജിന് റെൻ്റ് ഔട്ട് ചെയ്തു. ഞങ്ങളതിൽ ഒരു ഭാഗമാണ് ഓപ്പോസിറ്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി. കഴിഞ്ഞ 36 വർഷമായി ഫുഡ് സർവീസ് എക്യുപ്മെന്റ് വ്യവസായത്തിൽ മലയാളികളുടെ ഈ സ്ഥാപനം സജീവമാണ്. ഫുഡ് ഇൻഡസ്ട്രിയുടെ വർദ്ധിച്ച ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കമ്പനി വികസിപ്പിക്കുന്നതെന്ന് സംരംഭകർ പറയുന്നു. മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സാന്നിധ്യം ശക്തമാക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഹിഷാം ഷംസ്, അമർ ഷംസ്, ഡയറക്ടർ അഫ്ര ഷംസ്, ഡാനിയൽ ടി സാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി സമൂഹത്തിന് സംഗീത മഴയൊരുക്കി ഗൾഫ് മാധ്യമം സൗദി അറേബ്യ റെയിനി നൈറ്റ് സംഘടിപ്പിക്കുന്നു. പരിപാടിയിൽ പ്രമുഖ ചലച്ചിത്ര ഗായകർ, താരങ്ങൾ, സംഗീത സംവിധായകർ എന്നിവർ പങ്കെടുക്കും. മഴയെ തീമാക്കി മലയാളത്തിലും ഇതര ഭാഷകളിലും നിർമ്മിക്കപ്പെട്ട ഗാനങ്ങളെ കോർത്തിണക്കിയാണ് പരിപാടി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി സമൂഹത്തിന് വേറിട്ട സംഗീതാനുഭവം പകർന്ന് ഗൾഫ് മാധ്യമം സംഗീത നിശ സംഘടിപ്പിക്കുന്നു. റെയിനി നൈറ്റ് എന്ന പേരിൽ മഴ തീമാക്കിയാണ് പരിപാടിക്ക് അരങ്ങൊരുങ്ങുന്നത്. ഫെബ്രുവരി 9-ന് ദമാം അൽക്കോബാറിലെ സിഗ്നേച്ചർ ഹോട്ടലിൽ വെച്ചാണ് പരിപാടി. ചലച്ചിത്ര താരവും ദേശീയ പുരസ്കാര ജേതാവുമായ അപർണ ബാലമുരളി, സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസി, യുവഗായകരായ സൂരജ് സന്തോഷ്, നിത്യ മാമൻ, അക്ബർ ഖാൻ, കൃഷ്ണകല, ശ്രീജിഷ് എന്നിവർ പങ്കെടുക്കും. മിഥുൻ രമേശ് ആങ്കറായും വേദിയിലെത്തും. പരിപാടിയുടെ പ്രവേശന ടിക്കറ്റിന്റെ വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റിന്റെ ആദ്യ കോപ്പികൾ റിദ ഹസാഡ് കൺട്രോൾ ബിസിനസ് യൂണിറ്റ് ഡയറക്ടർ അബ്ദുറഹ്മാൻ മാഹീൻ, മേഴ്സി കോർപ്പ് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അനീസ് തമ്പി, GCC പ്രസിഡന്റ് ഷിജു മുരളി എന്നിവർ മാധ്യമം CEO PM സാലിഹിൽ നിന്നും ഏറ്റുവാങ്ങി. മാധ്യമം മീഡിയ 1 എക്സിക്യൂട്ടീവ് സൗദി ചെയർമാൻ KM ബഷീർ, തനിമ, ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് അൻവർ ഷാഫി എന്നിവർ സംബന്ധിച്ചു. ടിക്കറ്റുകൾക്ക് 05592820320 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 ദമ്മാം.
UAE-യുമായി ചേർന്ന് കേരളത്തിൽ ടൂറിസം ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമായി. സാധ്യത പഠിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ചെയർമാനായ സമിതി രൂപീകരിച്ചു. ടൂറിസം സെക്രട്ടറിയാണ് സമിതിയുടെ കൺവീനർ. മുഖ്യമന്ത്രി UAE അംബാസഡർ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നടപടി. വാഗമൺ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ടൗൺഷിപ്പ് സ്ഥാപിക്കുക. ഇപ്പോൾ രൂപീകരിച്ച സമിതി പദ്ധതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. ഇടവേളയിലേക്ക് വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണ്. ഉത്സവ പ്രതീതിയിലാണ് ഖത്തറിലെ ലൂസൈൽ നഗരം. ഏഷ്യൻ കപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ഹലോ ഏഷ്യൻ ഫെസ്റ്റിവലിലെ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണിത്. ലുസൈൽ ബൊലേവാർ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീതം, നൃത്തങ്ങൾ, മറ്റു പൈതൃക കാഴ്ചകൾ എല്ലാം ആസ്വദിക്കാം. ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കുന്ന 24 രാജ്യങ്ങൾക്കും ഇവിടെ പവലിയനുണ്ട്. അവിടെയെല്ലാം സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നു. തികച്ചും ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ വരിക, കാണുക. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളുടെയും പവലിയൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ കൾച്ചർ അവരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ എല്ലാവരും തന്നെ വരണം. ഇത് മിസ് ചെയ്യരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടിപൊളി. എല്ലാ രാജ്യങ്ങളുടെയും നല്ല കളിയായിരുന്നു. ഇന്ത്യയുടെ കളി തന്നെ കണ്ടു. അടുത്തൊരു കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ലോകകപ്പ് കാലമാണ് ലുസൈൽ ബൊലേവാദിലെത്തുന്ന ആരാധകർക്കെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഫിഫ കഴിഞ്ഞിട്ട് ആ ഒരു വൈബ് ഇപ്പോഴാണ് കിട്ടുന്നത്. ഈവൻ ന്യൂ ഇയറിന് പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ആൾക്കാരെയും ജനവും ലൈറ്റിങ്ങും ഒന്നും കണ്ടില്ല. ഇപ്പോഴാണ് പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യണത്. കുട്ടികളും എൻജോയ് ചെയ്തു. പല രാജ്യങ്ങളുടെ പല കൾച്ചറും കാണാൻ പറ്റി. നല്ലൊരു വൈബാണ്. ഫ്രീ സ്റ്റൈൽ ഫുട്ബോളും ഗെയിമുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും എല്ലാമായി ആകെ ഒരു ഉത്സവ കാഴ്ച. താജ്മഹലിന്റെ രൂപത്തിലാണ് ഇന്ത്യൻ പവലിയൻ തീർത്തിട്ടുള്ളത്. വൻകരയുടെ ഫുട്ബോൾ വൈഭവം മാത്രമല്ല, കലയും സംസ്കാരവും ഭക്ഷണവുമെല്ലാം തൊട്ടറിയാനുള്ള അവസരമാണ് ഖത്തർ ലുസൈൽ ബൊലേവാദിൽ ഒരുക്കിയിരിക്കുന്നത്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1. കുവൈത്തിൽ ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിയ ഫാദർ നോബിൾ സക്രിയയ്ക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. മഹായിടവക സഹവികാരി ഫാദർ ലിജു കെ പൊന്നച്ചൻ, ജോജി പി ജോൺ, ജിജു പി സൈമൺ, ബിജു ഡാനിയൽ, ദീപക് അലക്സ് പണിക്കർ, സംഘാടനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാർ ഗ്രിഗോറിയോസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ 3 നോമ്പിനോടനുബന്ധിച്ചുള്ള കൺവെൻഷനും ധ്യാന യോഗത്തിനും നേതൃത്വം നൽകുന്നതിനു വേണ്ടിയാണ് ഫാദർ നോബിൾ സക്രിയ കുവൈറ്റിൽ എത്തിയത്. ജനുവരി 20 മുതൽ 23 വരെയാണ് വചന ശുശ്രൂഷകൾ. കേരള പ്രസ് ക്ലബ്ബ് കുവൈത്ത് വാർഷിക ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പും ഫർഫാനിയ ഷെഫ് നൌഷാദ് റെസ്റ്റോറൻറ്റിൽ നടന്നു. മുനീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹിബത്ത് പ്രവർത്തന റിപ്പോർട്ടും അനിൽ കോളോത്ത് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുജിത് സുരേശ്വരനെയും ജനറൽ സെക്രട്ടറിയായി സലീം കോട്ടലിനെയും ട്രഷററായി ശ്രീജിത്തിനെയും തിരഞ്ഞെടുത്തു. സത്താർ കുന്നിലാണ് തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയത്. അസലാം, കൃഷ്ണൻ കടലുണ്ടി, ജസീൽ ചെങ്കളാൻ എന്നിവർ ആശംസകൾ നേർന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂർ സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു. വളപട്ടണം തങ്ങൾ വയലിൽ അയൂബ് ഖാണ് റുവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഒമാൻ ആഡ് കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലമായി കുടുംബസമേതം മസ്കത്തിലുള്ള ഇദ്ദേഹം കണ്ണൂരിൽ താണയിലാണ് താമസിക്കുന്നത്. ദുബായിലെ പ്രവാസി പ്രതിഭ രഞ്ജിത്ത് സജീവ് നായകനായി അഭിനയിച്ച കൽബ് സിനിമ UAE ഉൾപ്പെടെ ഗൾഫ് പ്രദർശനം തുടങ്ങി. സാജിദ് യഹിയാണ് സംവിധാനം. മൈക്ക് എന്ന സിനിമയിൽ നായകനായാണ് നേരത്തെ രഞ്ജിത്തിൻ്റെ അരങ്ങേറ്റം. ദുബായ് ധേര സിറ്റി സെൻട്രലിലെ വോക്ക് സിനിമ തിയേറ്ററിൽ ഖൽബിൻ്റെ പ്രത്യേക റിലീസ് നടന്നു. ഗൾഫിലെ 6 രാജ്യങ്ങളിലായി 65 തിയേറ്ററുകളിലാണ് കൽബ് പുറത്തിറങ്ങുന്നത്. രേഷ് രാജ് ഫിലിമാണ് സിനിമയുടെ ഗൾഫിലെ വിതരണക്കാരൻ.
ദുബായ് സർക്കാർ ജീവനക്കാരുടെ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ ദുബായ് എമിഗ്രേഷൻ ജീവനക്കാർക്ക് അഭിനന്ദനം. എമിഗ്രേഷൻ ആസ്ഥാനത്ത് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. എമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീറി, അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ, വകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹിക് സെന്റർ ജലീബ് യൂണിറ്റ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രവർത്തന റിപ്പോർട്ട് മുർഷാദും സാമ്പത്തിക റിപ്പോർട്ട് ഫൈസൽ വളാഞ്ചേരിയും അവതരിപ്പിച്ചു. യൂനസ് സലീം മുഖ്യപ്രഭാഷണം നടത്തി. വാർഷിക യോഗത്തിൽ പ്രസിഡന്റായി ഇബ്രാഹിം കൂളിമുട്ടുവിനെയും ജനറൽ സെക്രട്ടറിയായി മുർഷീദ് അരീക്കോടിനെയും തെരഞ്ഞെടുത്തു. ബഷീർ വണ്ടൂരാണ് ട്രഷറർ. അയൂബ് ഖാൻ മയങ്കൊമ്പ്, നബീൽ ഫറൂഖ് എന്നിവർ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചു. INL പ്രവാസി ഘടകമായ IMCC കുവൈത്ത് കമ്മിറ്റിയുടെ റിലീഫ് 2024 പദ്ധതി ഫണ്ട് ശേഖരണം ആരംഭിച്ചു. അബാസിയ കാലിക്കറ്റ് ഷെഫിൽ ചേർന്ന യോഗം ഹമീദ് മദ്ദൂർ അധ്യക്ഷനായിരുന്നു. സത്താർ കുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇല്യാസ് ചിത്തേരി അബൂബക്കറിന് ആദ്യ ഫണ്ട് കൈമാറി. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ, അംഗപരിമിതർക്ക് ഉപജീവനമാർഗം, വീട് നിർമ്മാണം, കുടിവെള്ള വിതരണം തുടങ്ങിയ നിരവധി സഹായങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നത്. റാഷിദ് കണ്ണൂർ, സവാജ് പഠനക്കാട്, മുനീർ തൃക്കരിപ്പൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഖുർആൻ കയ്യെഴുത്ത് പ്രതി പൂർത്തിയാക്കിയ സിയ ബിൻ അനസിനെ കുവൈത്ത് KMCC അഴീക്കോട് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. CA പൂർത്തീകരിച്ച ഖുർആൻ പ്രതിയുടെയും കാലിഗ്രഫിയുടെയും പ്രദർശനവും നടന്നു. പരിപാടി കുവൈത്ത് KMCC പ്രസിഡന്റ് നാസർ മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നവാസ് കുന്നും കൈത്തൈ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ, VP മുഹമ്മദ് അലി, MR നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. KPB അൻവർ, ഇസ്മായിൽ ചായലോട്, റൈസ് അഴീക്കോട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫുട്ബോൾ പ്രതിഭകൾക്ക് ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡുകൾ സമ്മാനിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവ താരം ഇർലൻ ഹാലൻഡ് മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരുടെ പ്രിയ താരം ഉൾപ്പെടെ 3 അവാർഡുകൾ സ്വന്തമാക്കി. ദുബായ് പാം ജുമൈറ അറ്റ്ലാന്റിസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ദുബായ് രാജകുമാരൻ ഷെയ്ഖ് മൻസൂറാണ് ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡുകൾ വിതരണം ചെയ്തത്. കൂടുതൽ പുരസ്കാരങ്ങളും മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. മികച്ച കളിക്കാരനായി ഇർലിൻ ഹാലൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. 3 അവാർഡുകൾ നേടി അൽനാസർ ക്ലബ്ബ് താരം കൂടിയായ ക്രിസ്ത്യാനോ റൊണാൾഡോ നിറഞ്ഞു നിന്നു. ആരാധകരുടെ പ്രിയ താരം, മികച്ച മിഡിൽ ഈസ്റ്റ് താരം, മറഡോണ അവാർഡ് എന്നിവയാണ് റൊണാൾഡോ സ്വന്തമാക്കിയത്. ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ക്ലബ്ബ്. വനിതാ ക്ലബിനുള്ള പുരസ്കാരം ബാഴ്സലോണ സ്വന്തമാക്കി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി മികച്ച മിഡ്ഫീൽഡറായും എഡേഴ്സൺ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മീഡിയ 1 ദുബായ്. വീണ്ടും വാർത്തകളിലേക്ക്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേളയിലും ആരാധകരുടെ യാത്ര എളുപ്പമാക്കി ദോഹ മെട്രോ. ആദ്യ റൗണ്ട് മത്സരങ്ങളുടെ സമയത്ത് മാത്രം 10 ലക്ഷത്തിലേറെ ആരാധകരാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. ലോകകപ്പ് ഫുട്ബോളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ യാത്ര അനായാസമാക്കിയത് ദോഹ മെട്രോയായിരുന്നു. ടിക്കറ്റുള്ളവർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോടെ ഏഷ്യൻ കപ്പ് ആരാധകരും മെട്രോ ഏറ്റെടുത്തു. ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കായി മാത്രം മെട്രോയിൽ യാത്ര ചെയ്തത് 10 ലക്ഷത്തിലേറെ പേർ. 40,000-ഓളം പേർ ലുസൈൽ ട്രാമും ഉപയോഗിച്ചു. ഖത്തർ ലബനൻ ഉദ്ഘാടന മത്സരത്തിന് മാത്രം 2 ലക്ഷത്തിലേറെ പേരാണ് മെട്രോയെ ആശ്രയിച്ചത്. ഏഷ്യൻ കപ്പിനെത്തിയ ആരാധകർക്ക് പ്രയാസമില്ലാതെ സ്റ്റേഡിയങ്ങളിലെത്താനുള്ള ക്രമീകരണങ്ങൾ ദോഹ മെട്രോ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. റെഡ് ലൈനിൽ ട്രെയിനുകളുടെ ശേഷി ഉയർത്തിയതാണ് ഇതിൽ പ്രധാനം. മീഡിയ 1 ദോഹ. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തി ഗൾഫ് മാധ്യമം എജു കഫേക്ക് ദോഹയിൽ സമാപനം. വിവിധ സെഷനുകളിലായി വിദ്യാഭ്യാസം, കരിയർ മേഖലയിലെ പ്രമുഖർ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. അൽമഷാഫിലെ പൊഡാർ പേൾ സ്കൂളിൽ നടന്ന എജു കഫേ ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഇവല്യൂഷൻ സ്പെഷ്യലിസ്റ്റ് മൗസ അബ്ദുറഹ്മാൻ അൽ മിസ്നദ് ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് സ്വാഗതം പറഞ്ഞു. റൈസാൻ ഏഗൻ ഡയറക്ടർ NM രാജേഷ്, പൊഡാർ പേൾ സ്കൂൾ പ്രസിഡന്റ് സാം മാത്യു എന്നിവർ ആശംസ അറിയിച്ചു. ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധികളായ സലി അൽ ഹമദ്, നാസർ അൽ ഷബിലി,
നസീം ഹെൽത്ത് കെയർ ജനറൽ മാനേജർ ഡോക്ടർ മുനീർ അലി ഇബ്രാഹിം, ഗുഡ്വിൽ കാർഗോ ഡയറക്ടർ നൌഷാദ് അബു, അൽക്കൗൺ ഗ്രൂപ്പ് ഡയറക്ടർ സാജിദ്, പൊടാർ സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജരി റിക്രിവാൾ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ കുറിച്ചറിയാൻ സ്റ്റാളുകളിലെത്തിയത്. ഒരുപാട് പാരൻസും കുട്ടികളും ടീച്ചേഴ്സും അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നു അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്. കാരണം പരീക്ഷയുടെ ഒരു ചൂടിൽ ഇന്ന് പോലും പല സ്കൂളുകളിൽ പരീക്ഷ നടക്കുന്ന ദിവസമായിട്ട് പോലും ആ പരീക്ഷ സമയത്തിന് ശേഷം അവരുടെ വരികയും അവർ സെഷൻസിൽ പങ്കെടുക്കുകയും സ്റ്റോൾസ് സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നു. Explore more information because we could see many universities and really we got so much details about it, about the NEET crash course and about medicine universities and the course structure and the fee structure, and really it is an eye opener for all the parents. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ പാരൻസിന് എന്താ പറയുക, ഓരോന്ന് പോയിട്ട് എങ്ങനെയൊക്കെയാണ് കോഴ്സുകൾ, അതുപോലെ തന്നെ അവരുടെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അതൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നേക്കാൾ ഇത് അവർ ഫേസ് ടു ഫേസ് ആ യൂണിവേഴ്സിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവിനോട് അവർക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണിത്. APM മുഹമ്മദ് ഹനീഷ്, ആരതി രാജരത്നം, CN മഹ്റോഫ്, മെന്റലിസ്റ്റ് ആദി, ഡോക്ടർ മാണി പോൾ തുടങ്ങിയവർ വിവിധ സെഷനുകൾ നയിച്ചു. ഗൾഫ് മാധ്യമം മീഡിയ 1 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റഹീം ഓമശ്ശേരി, സ്വാഗത സംഘം കൺവീനർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. ഇനി ഗൾഫിലെ പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം. UAE കുറഞ്ഞ താപനില, UAEയിൽ ദുബായ് നഗരത്തിലെ താപനില നോക്കാം. കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കുവൈത്ത് സിറ്റി കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ബഹ്റൈൻ മനാമ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മസ്കറ്റ് കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ഇനി കറൻസി വിനിമയ നിരക്കുകൾ നോക്കാം. സൗദി റിയാൽ 22 രൂപ 16 പൈസ, UAE ദിർഹം 22 രൂപ 63 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 83 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 74 പൈസ, കുവൈത്ത് ദിനാർ 271 രൂപ 6 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 31 പൈസ.